സരസമ്മ എന്ന് പറയുന്നൊരു ചേച്ചി. ആ ചേച്ചി ഒരു വരിയിൽ നിൽക്കുവാണ്. അവർ പിന്നിൽ നിന്നും 15ാമത്തെ സ്ഥാനത്താണ് സരസമ്മ നിൽക്കുന്നത്. മുന്നിൽ നിന്നും 16ാമതുമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ സരസമ്മ ചേച്ചീനെ അവിടെ വരച്ചിട്ടുണ്ട്. ഇനി പിന്നിൽ നിന്നും എത്രാമതാണ് ചേച്ചി നിൽക്കുന്നത്? 15ാമതാണ്. മുന്നിൽ നിന്നോ 16ാമതായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ആ വരിയിൽ അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ട് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതിന് നമുക്കൊരു ഫോമുല ഉണ്ടാക്കാം. ആ ഫോമുലയാണ് T=L + R-1 എന്നുള്ളത്. ഇവിടെ T എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആ വരിയിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. L എന്ന് പറഞ്ഞാൽ സരസമ്മ ചേച്ചി ആ വരിയിൽ മുന്നിൽ നിന്ന് എത്രാമത്തെ സ്ഥാനത്താണ് എന്നുള്ളതാണ്. R എന്ന് പറഞ്ഞാൽ സരസമ്മ ചേച്ചി പിന്നിൽ നിന്നും എത്രാമത്തെ സ്ഥാനത്താണെന്ന് എഴുതണം. ഇവിടെ നമുക്ക് മുന്നിൽ നിന്നും 16ാമതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുന്നിൽ നിന്നും 16 പ്ലസ് പിന്നിൽ നിന്നും 15, പിന്നെ ഫോമുല അനുസരിച്ച് -1 കൂടെ ഇടുക. 16 + 15 എന്ന് പറയുന്നത് 31. അതിൻ്റെ കൂടെ -1 ചെയ്യുക. അപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. അതായത് ആ വരിയിൽ മൊത്തത്തിൽ 30 ആൾക്കാരാണ് ഉള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.